കാര്യം പറയാം. ഒരു കാര്യം പറയാം. എല്ലാരും ഉണ്ടല്ലോ. എന്തായിരുന്നു? ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച ഓർമ്മയുണ്ട് സാറിന്. അങ്ങനെ ഒരുപാട് പേരിങ്ങനെ വരുന്നതാണ്. എല്ലാരും ഓർത്തിരിക്കാൻ പറ്റുമോ? ബാലൻസ് എന്തെങ്കിലും തരണ്ടോ? ബാലൻസ് ഒന്നുമില്ല. ഇവിടുന്ന് ഫുഡ് കഴിച്ച കുറച്ച് ആളുകൾക്ക് ഫുഡ് പോയിസൺ പിടിപെട്ടു. എല്ലാവർക്കും വയറ്റിളക്കം വരും. ഓ, ആ റൂട്ടാണല്ലേ. ചില ആൾക്കാർക്ക് കുടലിന് ബലം കാണത്തില്ല. പിന്നെ വാരി വലിച്ച് വെട്ടുമ്പോ ഓർക്കണം, വല്ല ഗ്യാസ് ഡോക്ടറെ കണ്ടാൽ മതി. ആരെ കണ്ടാന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഒരു വാണിംഗ് തരാൻ വന്നു. ഓ, അതിനുള്ള കപ്പാസിറ്റി ഒക്കെ നിനക്കൊക്കെ ഉണ്ടോടാ? വൈശാഖ, ഇവിടെയുള്ള ആൾക്കാരത്ത് പറയട്ടെ, ഇവിടുന്ന് ഫുഡ് കഴിച്ച വയറിലാവും പറയട്ടെ. ഒന്ന് പോടാ. കടയുടെ മുന്നിൽ പ്രശ്നം ഉണ്ടാക്കല്ലേ? നിനക്ക് എന്താ പറ്റിയത്? നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇങ്ങനെ അല്ലായിരുന്നു. എന്നാരെ എങ്ങനെ ആക്കിയത്? ഞാൻ നേരെ ഫുഡ് സേഫ്റ്റി ഓഫീസിലേക്കാണ്. വരാൻ താല്പര്യമുള്ളവർക്ക് വരാം. ഹലോ. ആ സർ. ഇല്ല, അങ്ങനെ ആരും ഒരു പരാതിയായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ സർ. ആ ഹോട്ടലിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഭദ്ര ഹോട്ടൽ. ഓക്കെ ഓക്കെ. ആ ഓണറുടെ പേര്? ഭദ്രൻ. ഓക്കെ സർ. ശരി സർ. ആ, എന്തുവാ ഇത്? പരാതി വന്നാൽ നടപടി എടുക്കരുത്. പിന്നെ ഞാൻ എന്തിനു തുറന്നു വെച്ചോണ്ടിരിക്കുന്നു? ഞാൻ ചാടും. വെറുതെ പറയുന്നല്ല. എന്റെ മരണത്തിന് ഉത്തരവാദി ഇവിടത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസറാണെന്ന് ഞാൻ എഴുതി വെച്ചിട്ട് എല്ലാരും കൊടുക്കും. ഇവളും കൊടുക്കും, ഇവനും കൊടുക്കും, ഇവളും കൊടുക്കും, എല്ലാരും കൊടുക്കും. വാപ്പ ചാടുന്നു, വാപ്പ ചാടും. ഇക്കെന്ത് കാര്യം പറഞ്ഞാ മനസ്സിലാകത്ത്? എടീ, താനൊരു ചെറുപ്പക്കാരനല്ലേ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ? ഞാൻ പറയാനുണ്ട്, വാപ്പയ്ക്ക് മനസ്സിലാവേണ്ട. ഒന്ന് പൊട്ടിക്കട്ടെ മാഡം. എടോ, തന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് 10-22 പേരാ ഹോസ്പിറ്റലൈസ്ഡ് ആയത്. അതുകൊണ്ടല്ലേ സർക്കാർ ഉത്തരവിട്ട് പൂട്ടിച്ചത്? ആണല്ലേ? ഇനി കമ്മീഷണറുടെ ഉത്തരവ് വരാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാഡം, ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഞാൻ ചാടും. എന്നാ നിങ്ങൾ പോയി ചാടും. താൻ ചത്താ തന്റെ കുടുംബത്തിന് നഷ്ടം. എന്ത് പൊഞ്ചല്ലേ. എന്തേ ചാടുന്നില്ലേ? ഓ, ആ ഫ്ലോ അങ്ങ് പോയി. ആ വാ. ബ്യൂട്ടിഫുൾ ലേഡി. ടോയ്ലറ്റ്. നീ പൊക്കോ. ഓഫ്, അതല്ല ടോയ്ലറ്റ്. ഏയ്, ഞാൻ വരുന്നില്ല. എടാ പൊട്ട, ടോയ്ലറ്റ് വൈറലായില്ലേ? നഗ്നത കാണിച്ച വീഡിയോയുടെ ആള്. എക്സ്ക്യൂസ് മീ മാഡം. ചട്ടപൊട്ടിയോ? ഗുഡ് മോർണിംഗ് മാഡം. എത്രയും പെട്ടെന്ന് ഒരു ഹോട്ടൽ അടിച്ചു കൂട്ടണം. പറ്റോ? കൂട്ടാലോ. താക്കോലും കൊണ്ടുവന്നിട്ടുണ്ടോ? യെസ്. താക്കോലോ? എടാ, താൻ വന്നൊരു ഹോട്ടൽ പൂട്ടണം എന്ന് പറയുമ്പോ താഴും താക്കോലായിട്ട് ഇരിക്കുവല്ല ഞാൻ. എവിടുത്തെ ഹോട്ടൽ? ഏത് ഹോട്ടൽ? എന്തിനു പൂട്ടണം? കഴിഞ്ഞ ദിവസം ഭദ്ര ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച എനിക്കും എന്റെ സുഹൃത്തുക്കൾക്കും ഫുഡ് പോയിസൺ പിടിപെട്ടു. തൂറ്റലോട് തൂറ്റലും. കാര്യം പറയട്ടെ, നീ ട്രോമയിലായിരുന്നു. സത്യമായിട്ട് കള്ളം പറയേണ്ട കാര്യമില്ല. സത്യം വിടാനല്ല പറഞ്ഞത്, പരാതി. പരാതി ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ട്. മറ്റേ എവിഡൻസുകൾ എവിടെ? മറ്റേ എവിഡൻസോ? അത് ഫ്ലഷ് ചെയ്തു. എടോ, തനിക്ക് ഫുഡ് പോയിസണിംഗ് ആണെന്നല്ലേ പറഞ്ഞത്? അത് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ്സ് വേണം. ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇല്ല. എടോ, ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ്. ഇവിടെ അതിന്റേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. വെറുതെ ഒരു ഹോട്ടൽ പൂട്ടിക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ മുമ്പ് ദുബായിൽ ഈ ഫുഡ് സേഫ്റ്റിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടേ. അപ്പൊ അതിന്റെ ഇത് വെച്ച്
ദുബായിൽ ഇന്നൊരു പരാതി കൊടുത്ത നാളത്തേക്കല്ല ഇന്നത്തേക്ക് അവർ തീർപ്പാക്കി തരും. ഇന്ന് പൂട്ടിക്കോ അവര്. എന്നാ താൻ ഈ ഓഫീസ് കൊണ്ട് ദുബായ് കൊണ്ടുപോയിക്ക്. അതെന്തൊരു വർത്താനത്?